നമസ്കാരം. കയ്യിലിരിപ്പ് വളരെ മോശമായി പോയി. അതിന്റെയാണ് ഇന്ന് പാകിസ്ഥാൻ അനുഭവിക്കുന്നത് മുഴുവൻ. ഇന്ത്യയോട് കളിച്ചപ്പോൾ ജലയുദ്ധം നടത്തി ഇന്ത്യയൊന്ന് ഭയപ്പെടുത്തി. അഫ്ഗാനിസ്ഥാൻ ഇപ്പോൾ വെള്ളം മുട്ടിച്ചു എന്ന രീതിയിലാണ് കാര്യങ്ങൾ. എന്താണ് സംഭവിക്കുന്നത് എന്നല്ലേ നമുക്ക് വിഷയത്തിലേക്ക് വരാം. അതിനു മുൻപ് പാകിസ്ഥാനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണേ. പാകിസ്ഥാൻ നേരിടുന്ന ജലസുരക്ഷാ പ്രതിസന്ധി ഇന്ന് അതിന്റെ ഏറ്റവും ഭയാനകരമായ ഘട്ടത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള മഞ്ഞുരുകലും ആഭ്യന്തര ജലനിർവഹണത്തിലെ ഗുരുതരമായ വീഴ്ചകളും കാരണം രാജ്യം ഇതിനകം തന്നെ കടുത്ത ക്ഷാമം നേരിടുന്നുണ്ട്. എന്നാൽ ഈ വെല്ലുവിളികൾക്കിടയിൽ പടിഞ്ഞാറൻ അതിർത്തിയിൽ നിന്ന് ഉയർന്നു വരുന്ന പുതിയൊരു ഭീഷണി പാകിസ്ഥാന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നായി മാറുന്നു എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം കുനാർ നദിയിൽ നിന്ന് വെള്ളം തിരിച്ചുവിട്ട് നങ്കർഹാൻ പ്രവിശ്യയിലെ കൃഷി ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാനുള്ള വലിയ പദ്ധതികൾ ആവിഷ്കരിച്ചതോടെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. കുനാർ നദിയിൽ നിന്നുള്ള നീരൊഴുക്ക് കുറയുന്നത് പാകിസ്ഥാനിലെ ഖൈബർ പഖ്തുൻഷ്ക പ്രവിശ്യയെയും അവിടുത്തെ കൃഷി രീതികളെയും പൂർണ്ണമായും തകിടം മറിക്കുമെന്ന ആശങ്കകൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചർച്ചയായിരിക്കുകയാണ് നിലവിൽ. സിന്ധു നദിയുടെ പോഷക നദിയായ കാബൂൾ നദിയിലേക്കുള്ള വെള്ളത്തിന്റെ വലിയൊരു ഭാഗം നൽകുന്നത് കുനാർ നദിയാണ്. പാകിസ്ഥാനിലെ ദശലക്ഷക്കണക്കിന് ആളുകളുടെ കുടിവെള്ള സ്രോതസ്സും കൃഷിയിടങ്ങളുടെ ജീവനാഡിയുമാണ് ഈ ജലപ്രവാഹം. താലിബാൻ സർക്കാർ വിഭാവനം ചെയ്യുന്ന അണക്കെട്ടുകളും ജലസേചന പദ്ധതികളും യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ പാകിസ്ഥാനിലേക്കുള്ള വെള്ളത്തിന്റെ അളവിൽ പകുതിയോളം കുറവുണ്ടാകുമെന്നാണ് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. നേരത്തെ ഇറാനുമായുള്ള ജലതർക്കത്തിൽ കർക്കശമായ നിലപാട് സ്വീകരിച്ച താലിബാൻ ഇപ്പോൾ പാകിസ്ഥാനുമായുള്ള നയതന്ത്ര ബന്ധങ്ങൾ മോശമായിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ജലയുദ്ധം ഒരു തന്ത്രപരമായ ആയുധമായി ഉപയോഗിക്കാനുള്ള സാധ്യതയും നമുക്കിവിടെ തള്ളിക്കളയാനാകില്ല. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വ്യക്തമായൊരു ജല പങ്കാളിത്ത കരാർ നിലവിലില്ലാത്തത് പ്രതിസന്ധിയുടെ ആഴം വർദ്ധിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യവുമാണ്. ഈ സാഹചര്യം പാകിസ്ഥാനിൽ വലിയൊരു സാമ്പത്തിക സാമൂഹിക തകർച്ചയ്ക്കും വഴിവെച്ചേക്കാം. കാർഷിക ഉൽപാദനം കുറയുന്നതോടെ ഭക്ഷ്യക്ഷാമം രൂക്ഷമാകുകയും ജലലഭ്യത കുറയുന്നത് വൈദ്യുതി ഉൽപാദനത്തെയും ബാധിക്കുകയും ചെയ്തേക്കാം. ഒരേ സമയം കിഴക്ക് ഭാഗത്ത് ഇന്ത്യയുമായും പടിഞ്ഞാറ് അഫ്ഗാനിസ്ഥാനുമായും ജലതർക്കങ്ങൾ ഉടലെടുക്കുന്നത് പാകിസ്ഥാനെ വലിയൊരു പ്രതിരോധ കയറ്റിലേക്ക് തള്ളിയിടും എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. കാലാവസ്ഥാ വ്യതിയാനം മൂലം നദികൾ വറ്റി വരളുന്ന ഈ കാലഘട്ടത്തിൽ അതിർത്തി കടന്നെത്തുന്ന നദീജലത്തിന്റെ നിയന്ത്രണം അഫ്ഗാനിസ്ഥാൻ ഏറ്റെടുക്കുന്നത് മേഖലയിലെ ഭൗമരാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. പാകിസ്ഥാൻ നേരിടുന്ന ഈ പുതിയ വെല്ലുവിളി കേവലം ഒരു സാങ്കേതിക പ്രശ്നം മാത്രമല്ല, മറിച്ച് ദശകങ്ങളോളം നീണ്ടു നിന്നേക്കാവുന്ന ഒരു വലിയ മാനുഷിക ദുരന്തത്തിന്റെ സൂചന കൂടിയാണ് ഇത് എന്നത് നമ്മൾ ഇവിടെ സംസാരിക്കേണ്ട അല്ലെങ്കിൽ വളരെ പ്രാധാന്യത്തോടെ പറയേണ്ട കാര്യമാണ്. താലിബാന്റെ ജലപദ്ധതികളെ പ്രതിരോധിക്കാൻ പാകിസ്ഥാൻ പ്രധാനമായും അന്താരാഷ്ട്ര നയതന്ത്ര സഹായം തേടാനാണ് ഇവിടെ സാധ്യത കൂടുതൽ. കുനാർ നദിയിൽ അണക്കെട്ടുകൾ നിർമ്മിക്കുന്നതിനായി അഫ്ഗാനിസ്ഥാന് ലഭിക്കാനിടയുള്ള വിദേശ സാമ്പത്തിക സഹായങ്ങൾ തടയുക എന്നതാണ് പാകിസ്ഥാന്റെ ആദ്യത്തെ തന്ത്രം. അവർക്കും ജീവിക്കണമല്ലോ അല്ലെ. ലോകബാങ്ക് പോലുള്ള രാജ്യാന്തര സാമ്പത്തിക സ്ഥാപനങ്ങളെ സമീപിച്ച് ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയില്ലാത്ത പദ്ധതികൾക്ക് ഫണ്ട് നൽകുന്നത് തടയാൻ അവർ സമ്മർദ്ദം ചെലുത്തിയേക്കാം എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. കൂടാതെ ഐക്യരാഷ്ട്രസഭയുടെ ജല പങ്കാളിത്ത മാനദണ്ഡങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഒരു ഉപരിതട രാജ്യം എന്ന നിലയിൽ അഫ്ഗാനിസ്ഥാൻ ഏകപക്ഷീയമായി വെള്ളം തിരിച്ചുവിടുന്നത് നിയമവിരുദ്ധമാണെന്ന് വാദിക്കാനും പാകിസ്ഥാൻ ശ്രമിക്കുകയും ചെയ്യും. പ്രാദേശിക തലത്തിൽ അഫ്ഗാനിസ്ഥാനിലെ പ്രധാന നിക്ഷേപകരായ ചൈനയെ മധ്യസ്ഥനാക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചേക്കാം. ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയുടെ സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും ഈ ജലതർക്കം ഭീഷണിയാണെന്ന് ബോധ്യപ്പെടുത്തി ചൈന വഴി താലിബാനെ ചർച്ചയ്ക്ക് പ്രേരിപ്പിക്കുക എന്നതായിരിക്കും പാകിസ്ഥാൻ ഈ വിഷയത്തിൽ നടത്താൻ പോകുന്ന മറ്റൊരു നീക്കം. എന്നാൽ താലിബാൻ ഈ നയതന്ത്ര സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുന്നില്ല എങ്കിൽ അതിർത്തി വ്യാപാരത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് അഫ്ഗാനിസ്ഥാനെ സാമ്പത്തികമായി ഞെരുക്കാനുള്ള നീക്കങ്ങളും പാകിസ്ഥാൻ നടത്തിയേക്കാമെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ആത്യന്തികമായി സിന്ധു നദീജല കരാർ പോലെ ഒരു ഔദ്യോഗിക കാബൂൾ നദീജല കരാർ രൂപീകരിക്കാൻ അഫ്ഗാനിസ്ഥാനെ നിർബന്ധരാക്കുക എന്നതാകും പാകിസ്ഥാന്റെ ഏറ്റവും വലിയ നയതന്ത്ര ലക്ഷ്യമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പാകിസ്ഥാനിലെ സാധാരണ ജനജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഈ ജലക്ഷാമം ഒരു വലിയ മാനുഷിക ദുരന്തമായിട്ടായിരിക്കും അനുഭവപ്പെടുക. പാകിസ്ഥാനിലെ ഏകദേശം 70% ജനങ്ങളും നേരിട്ടും അല്ലാതെയോ കൃഷിയെയും കന്നുകാലി വളർത്തലിനെയും ആശ്രയിച്ചാണ് ഇപ്പോഴും കഴിഞ്ഞു വരുന്നത്. കുനാർ നദിയിലെ നീരൊഴുക്ക് കുറയുന്നതോടെ ഖൈബർ പഷ്തൂൺഖ്വ പ്രവിശ്യയിലെയും സിന്ധ് മേഖലയെയും ലക്ഷക്കണക്കിന് ഏക്കർ കൃഷിഭൂമി
വറ്റി വരളാൻ തുടങ്ങും. ഇത് ഗോതമ്പ്, അരി തുടങ്ങിയ ആവശ്യ ഭക്ഷ്യവസ്തുക്കളുടെ ഉൽപാദനത്തെ ബാധിക്കുകയും രാജ്യം കണ്ടിട്ടില്ലാത്ത വിധം വിലക്കയറ്റത്തിലേക്കും പട്ടിണിയിലേക്കും നീങ്ങാൻ കാരണമാവുകയും ചെയ്യും. സാധാരണക്കാരന്റെ ഭക്ഷണ തളികയിൽ നിന്ന് റൊട്ടിയും പച്ചക്കറികളും അപ്രത്യക്ഷമാകുന്ന ഒരു സാഹചര്യവും ഇത് സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. കുടിവെള്ളത്തിന്റെ ലഭ്യതയാണ് മറ്റൊരു വലിയ പ്രതിസന്ധി. കാബൂൾ നദിയെയും അതിന്റെ പോഷക നദികളെയും ആശ്രയിച്ചു കഴിയുന്ന നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ജലലഭ്യത കുറയുമ്പോൾ ശുദ്ധജലത്തിനായി ജനങ്ങൾ പരക്കം പായേണ്ട ഒരു അവസ്ഥ വരും. ഇത് ജലജന്യ രോഗങ്ങൾ പടരുന്നതിനും പൊതുജനാരോഗ്യം തകരുന്നതിനും കാരണമായിരിക്കും. കൂടാതെ പാകിസ്ഥാന്റെ വൈദ്യുതി ഉൽപാദനത്തിന്റെ വലിയൊരു ഭാഗം ജലവൈദ്യുത പദ്ധതികളെ ആശ്രയിച്ചാണ് ഇപ്പോഴും നിൽക്കുന്നത്. നദികളിലെ ഒഴുക്ക് കുറയുന്നതോടെ ലോഡ് ഷെഡിംഗ്, പവർ കട്ട് രൂക്ഷമാവുകയും ചെറുകിട വ്യവസായങ്ങൾ പോലും അടച്ചുപൂട്ടേണ്ടി വരികയും ചെയ്യും. ഇത് തൊഴിലില്ലായ്മ 10 മടങ്ങ് വർദ്ധിപ്പിക്കുകയായിരിക്കും സംഭവിക്കുക. അതായത് പാകിസ്ഥാൻ ഇപ്പോൾ പൊറുതിമുട്ടിയൊരു രാഷ്ട്രം കൂടിയാണല്ലോ. ഏറ്റവും ഭയാനകമായ അവസ്ഥ ജനങ്ങളുടെ പലായനമാണ്. കൃഷിയും കുടിവെള്ളവും ഇല്ലാതാകുന്നതോടെ ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ കൂട്ടത്തോടെ നഗരങ്ങളിലേക്ക് കുടിയേറാൻ നിർബന്ധിതരാകും. ഇത് നഗരങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് മേൽ കടുത്ത സമ്മർദ്ദം ഉണ്ടാക്കുകയും ചേരികൾ വർദ്ധിക്കുന്നതിനും സാമൂഹിക സംഘർഷങ്ങൾക്കും വഴിതെളിയിക്കും. ജലത്തിനു വേണ്ടിയുള്ള തർക്കങ്ങൾ ഗ്രാമങ്ങൾ തമ്മിലും ഗോത്രങ്ങൾ തമ്മിലുള്ള ആഭ്യന്തര യുദ്ധമായി മാറാനുള്ള സാധ്യതയും നമുക്കിവിടെ തള്ളിക്കളയാനാവില്ല. അതായത് ജലം വലിയൊരു യുദ്ധ കാരണം തന്നെയാണ്. ചുരുക്കി പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാനിലെ ജലപദ്ധതികൾ പാകിസ്ഥാനിലെ സാധാരണക്കാരന്റെ ജീവിതത്തെ സാമ്പത്തികമായും അതുപോലെ തന്നെ അവരുടെ ശാരീരികമായും തകർക്കുന്ന ഒരു നിശബ്ദ ദുരന്തമായി മാറുമെന്ന കാര്യത്തിൽ ഇവിടെ ആർക്കും തർക്കമില്ല. പാകിസ്ഥാനിലെ മാറുന്ന കാലാവസ്ഥയും രൂക്ഷമായ ജലക്ഷാമവും അവിടുത്തെ സാധാരണ ജനങ്ങളുടെ ജീവിതം നരകതുല്യമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അല്ലോ. ലോകത്ത് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് തന്നെയാണ് പാകിസ്ഥാൻ എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട. ഹിമാലയൻ പർവ്വതനിരകളിലെ മഞ്ഞുപാളികൾ അമിതമായി ഉരുകുന്നത് മൂലം ഒരു വശത്ത് അപ്രതീക്ഷിതമായ പ്രളയങ്ങൾ നാശം വിധിക്കുമ്പോൾ മറുവശത്ത് വേനൽക്കാലത്തെ കഠിനമായ ഉഷ്ണതരംഗങ്ങൾ നദിയെയും മറ്റ് ജലസ്രോതസ്സുകളെയും വറ്റിച്ചു കളയുന്ന ഒരു അവസ്ഥ പാകിസ്ഥാനിലുണ്ട്. കുടിവെള്ളത്തിനായി മൈലുകളോളം നടക്കേണ്ടി വരുന്ന സ്ത്രീകളും കുട്ടികളും പാകിസ്ഥാനിലെ ഗ്രാമീണ മേഖലയിലെ സ്ഥിരം കാഴ്ചയായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഭൂഗർഭ ജലവിധാനം അപകടകരമായ വിധം താഴുന്നത് നഗരപ്രദേശങ്ങളിലെ ജനങ്ങളെ കടുത്ത പ്രതിസന്ധിയിലാക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഭക്ഷ്യസുരക്ഷയാണ് ജലക്ഷാമം ഏറ്റവും ദാരുണമായി ബാധിക്കാൻ പോകുന്നത്. പാകിസ്ഥാന്റെ സാമ്പത്തിക അടിത്തറയായ കൃഷിമേഖലയുടെ ജലമില്ലാതെ തകരും. ഗോതമ്പ് പാടങ്ങൾ ഉണങ്ങി നശിക്കുന്നതോടെ കർഷകർ കടക്കണിയിലാവുകയും രാജ്യം കടുത്ത പട്ടിണിയിലേക്ക് നീങ്ങുകയും ചെയ്യും. കന്നുകാലികൾക്ക് പോലും കുടിക്കാൻ വെള്ളമില്ലാത്ത അവസ്ഥ ഗ്രാമങ്ങളിലെ ഉപജീവന മാർഗങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കി തുടങ്ങും. കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന ഈ അനിശ്ചിതത്വം ജനങ്ങളെ സ്വന്തം വീടുകൾ ഉപേക്ഷിച്ച് പലായനം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന കാര്യം തന്നെയാകും. ശുദ്ധജലത്തിന്റെ അഭാവം മൂലം കോളറയും ടൈഫോയിഡും പോലുള്ള രോഗങ്ങൾ പടർന്നു പിടിക്കുന്നത് പൊതുജനാരോഗ്യം വഷളാക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അഫ്ഗാനിസ്ഥാനുമായുള്ള ജലതർക്കം കൂടി രൂക്ഷമാകുന്നതോടെ പ്രകൃതിയും രാഷ്ട്രീയവും ഒരുപോലെ പാകിസ്ഥാനെ ശ്വാസം മുട്ടിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കും. കഠിനമായ ചൂടും മലിനമായ ജലവും പോഷകാഹാര കുറവും ചേർന്ന് ഒരു തലമുറയെ തന്നെ രോഗികളാക്കി മാറ്റും. അടിസ്ഥാന ആവശ്യമായ ജലത്തിനു വേണ്ടി ജനങ്ങൾ തെരുവിലിറങ്ങുന്നത് വരെയുള്ള കാലങ്ങളിൽ ആഭ്യന്തര കലാപങ്ങൾ പോലും കാരണമായേക്കുമെന്നതും ഭയാനകമായ സൂചനയാണ്. പ്രകൃതി വിഭവങ്ങളുടെ മേലുള്ള ഈ അതിശക്തമായ സമ്മർദ്ദം പാകിസ്ഥാനെ ഒരു സാമൂഹിക തകർച്ചയിലേക്കാണ് നയിക്കുന്നത്. പാകിസ്ഥാൻ നേരിടുന്ന ഈ സങ്കീർണമായ ജലപ്രതിസന്ധി മറികടക്കാൻ അടിയന്തരമായി സ്വീകരിക്കേണ്ട ചില പരിഹാര മാർഗങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് കേവലം ഒരു സാങ്കേതിക പ്രശ്നമായിട്ടല്ല, മറിച്ച് രാജ്യത്തിന്റെ നിലനിൽപ്പിനായുള്ള പോരാട്ടമായി കണ്ട് തന്നെ അവരത് നടപ്പിലാക്കണമെന്നാണ് പറയാനുള്ളത്. ആധുനികമായ ജലസംരക്ഷണ രീതികളിലേക്ക് രാജ്യം മാറേണ്ടത് അനിവാര്യമാണ്. നിലവിൽ പാകിസ്ഥാനിലെ ജലസേചന സംവിധാനങ്ങളിൽ വലിയൊരു ശതമാനം വെള്ളച്ചോർച്ചയിലൂടെയും ബാഷ്പീകരണത്തിലൂടെയും നഷ്ടപ്പെടുന്നുണ്ട്. ഡ്രൈപ്പ് ഇറിഗേഷൻ പോലുള്ള നൂതന കൃഷി രീതികൾ വ്യാപകമാക്കുന്നതിലൂടെ കുറഞ്ഞ വെള്ളത്തിൽ കൂടുതൽ വിളവ് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. കൂടാതെ മഴവെള്ള സംഭരണത്തിനുള്ള വൻകിട പദ്ധതികൾ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഒരുപോലെ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പിലാക്കാനും സാധിക്കണം. അഫ്ഗാനിസ്ഥാനുമായുള്ള ജലതർക്കം പരിഹരിക്കാൻ ശക്തമായ നയതന്ത്ര നീക്കങ്ങൾ ആവശ്യമാണ്. സിന്ധു നദീജല കരാർ പോലെ കാബൂൾ നദിയിലെ ജലം പങ്കുവെക്കുന്നതിനായി അന്താരാഷ്ട്ര മധ്യസ്ഥതയിൽ ഒരു ഔദ്യോഗിക കരാർ അഫ്ഗാനിസ്ഥാനുമായി ഉണ്ടാക്കിയെടുക്കേണ്ടത് ഇവിടെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. അതിനുള്ള നീക്കങ്ങൾ നടത്തേണ്ടതുണ്ട്. ഇത് ഇരു രാജ്യങ്ങൾക്കുമിടയിലെ സംഘർഷം കുറയ്ക്കാനും കൃത്യമായ അളവിൽ വെള്ളം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനും സഹായിക്കുകയും ചെയ്യും. ചൈനയെ പോലുള്ള പ്രാദേശിക ശക്തികളുടെ ഇടപെടൽ ഇതിനായിട്ട് നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതുമാണ്. കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാൻ ദീർഘകാല പദ്ധതികൾ ആവിഷ്കരിക്കണം എന്നതാണ് മറ്റൊരു കാര്യം.
ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കാർഷിക കലണ്ടറിൽ മാറ്റങ്ങൾ വരുത്തുക എന്ന് തന്നെയാണ്. കുറഞ്ഞ വെള്ളം മാത്രം ആവശ്യമുള്ള വിളകളിലേക്ക് കർഷകരെ മാറ്റാൻ സർക്കാർ പ്രോത്സാഹനം നൽകേണ്ടതുണ്ട്. കൂടാതെ വലിയ അണക്കെട്ടുകൾക്ക് പകരം പ്രാദേശികമായ ചെറുകിട ജലസംഭരണികൾ നിർമ്മിക്കുന്നത് വെള്ളം പാഴാകാതെ സൂക്ഷിക്കാൻ സഹായിക്കും. കടൽ വെള്ളം ശുദ്ധീകരിച്ച് ഉപയോഗിക്കാനുള്ള പ്ലാന്റുകള് തീരദേശ നഗരങ്ങളിൽ സ്ഥാപിക്കുന്നത് നഗരങ്ങളിലെ കുടിവെള്ള ക്ഷാമത്തിന് വലിയൊരു പരിഹാരം കാണാനും അവരെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാകും. ജനങ്ങളിൽ ജലസാക്ഷരത വളർത്തുക എന്നതും വളരെ പ്രധാനമാണ് കേട്ടോ. വെള്ളം അമൂല്യമാണെന്നും അത് പാഴാക്കുന്നത് രാജ്യത്തിന്റെ ഭാവി നശിപ്പിക്കുമെന്നുമുള്ള ബോധ്യം ഓരോ പൗരനിലും എത്തിക്കേണ്ടതുണ്ട്. ഈ പരിഹാര മാർഗങ്ങൾ കൃത്യസമയത്ത് നടപ്പിലാക്കാൻ സാധിച്ചാൽ മാത്രമേ പാകിസ്ഥാന് വരാനിരിക്കുന്ന വലിയൊരു മാനുഷിക ദുരന്തത്തിൽ നിന്ന് തലനാരിഴക്കെങ്കിലും രക്ഷപ്പെടാൻ സാധിക്കൂ എന്നതാണ് പറയാനുള്ളത്. അപ്പോൾ പാകിസ്ഥാന്റെ ഈ അവസ്ഥയെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന് എന്തായാലും കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. നന്ദി.